സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പ് ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് അങ്കമാലി ഡിസ്റ്റ് കോളേജിലാണ്. ഇവിടെ നേരത്തെ ഒരിക്കൽ വന്ന് നമ്മൾ എപ്പിസോഡ് ചെയ്തിരുന്നു, ഗംഭീരമായിരുന്നു. അതിലേറെ ഗംഭീരമായ ഒരു ബാച്ചിനെ തന്നെ 2 ബാച്ചിന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബാച്ചിനെ നമുക്ക് നോക്കാം. ഓക്കെ, പ്രജ എന്ന സിനിമയിൽ റാഹേൽ വക്കച്ചനെ എടുത്തിട്ട് അമ്മാനമാടുന്ന ലാലേട്ടൻ്റെ ഒരു കഥാപാത്രമുണ്ട്. ഒരു മുഴുവൻ നീളം ഡയലോഗാണ്, പക്ഷേ അതിനെ നമ്മൾ ഷോർട്ട് ചെയ്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യും നമുക്ക് നോക്കാം. ഡീപോൾ അങ്കമാലിയിലെ ഇടിപെട്ട് കുട്ടികളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്താണ്, എല്ലാവരും ഓക്കെ അല്ലേ? ഫുൾ ഓണിലാണ് എല്ലാവരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിളിക്കാം. ആദ്യം ആരാണ് വരുന്നത്? ആരാണ്? അതുൽ കൃഷ്ണ. അതാണ് നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് എത്തുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും ആദ്യം വരുന്നവരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട്. കാരണം അതൊരു ചെറിയ കാര്യമല്ല ആദ്യം വരുന്നത്, കേട്ടോ. അപ്പം നല്ലൊരു കയ്യടി കൂടെ അതുൽ അല്ലേ? അതോ അതുൽ കൃഷ്ണ അങ്ങനെയുള്ള ഇതൊന്നുമല്ലോ? അതുൽ കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. റെഡി, ആക്ഷൻ. പക്ഷെ എനിക്ക് ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്. നീയൊക്കെ പറഞ്ഞില്ലേ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാത്ത 2 പടി നിരങ്ങി നിൻ്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ചും തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികൾ, പ്രജകൾ, കോടി കണക്കിന് ദരിദ്രനാരായണന്മാര് അവരുടെ കരം കൊടുക്കുന്ന കണ്ണീരാകുന്ന നനവുള്ള പിച്ചപ്പണം കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലർന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വിഭജിച്ചും സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും അവരെ തീറ്റി കൊഴുപ്പിച്ചും മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. അവരുടെ ചെലവിൽ പ്രസവിപ്പിക്കാൻ അസാനല്ലേ? ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച് എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പെറ്റണിയിക്കാൻ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പൂച്ച കാവലും നിൽക്കുന്നു. ഈ നാടിനെ മുടിച്ചും മുച്ചോട് മാന്തുന്ന നിന്റെയൊക്കെ വർഗമുണ്ടല്ലോ, ഇന്ത്യൻ പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. ഒരു കാര്യം ഞാൻ തൽക്കാലം ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഒരുപാട് സ്ക്രിപ്റ്റ് നല്ലോണം നീ പഠിച്ചെന്നുള്ളത്. പേരെന്താണ്? ഒറ്റ ടേക്ക്. അതിനകത്ത് സംഭവം തീർത്തേക്കണം. ഓക്കെ, പേരെന്തായിരുന്നു? പേരെന്തോന്ന് അവിടെ ചോദിക്കുക. എന്താണ് പേര് പറഞ്ഞോളൂ. നിന്റെ അല്ലെന്ന്, നിന്റെ പേരെന്താണ്? കണ്ടാ, സ്വന്തം ഫ്രണ്ടിന് പോലും പേരറിയത്തില്ല. അപ്പൊ മനസ്സിലായേ? ഹലോ, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്താ പേര്? ദേവി കൃഷ്ണ. മറന്നില്ലല്ലോ. എവിടെ നാട്? കൊടുവഴങ്ങാന്ന് പറയും. ആർക്കും അറിയില്ല, ഒരു ചെറിയ കുഗ്രാമമാണ്. പക്ഷെ വളരെ മനോഹരമായ സ്ഥലം. എനിക്കറിയാം, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. പിന്നെ ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്. നീയൊക്കെ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ പടിനിറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടിയാലറുന്ന തെണ്ടികൾ, പ്രജകൾ, കോടി ദരിദ്ര നാരായണന്മാര്, അവര് കരം കിട്ടുന്ന കണ്ണീരിന്റെ നനവുള്ള പിച്ചപ്പണം കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലർന്നു കിടന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും സ്റ്റേറ്റ് പണം കൊണ്ട് തീറ്റിക്കൊഴിപ്പിച്ചും പിന്നീട് അവർക്ക് പെറ്റണിയിക്കാൻ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പൂച്ചകൾ കാവൽ നിൽക്കുന്ന ഈ നാടിനെ മുടിച്ചും മുച്ചൂടും മാറ്റുന്ന നിന്റെയൊക്കെ ഈ വർഗമുണ്ടല്ലോ, ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. അടിപൊളി. ഇതാണ് നമുക്ക് വേണ്ടത്. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. എന്താണ് പേര്? മയൂക. നല്ല നെയിം. അതിന് അർത്ഥം എന്താണ്? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആണ്. കറക്റ്റ്. അച്ഛനും അമ്മയും അറിഞ്ഞാണ് ആ പേരിട്ടിരിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? റെഡി, ആക്ഷൻ. പക്ഷെ ഒന്നും കൂടെ അറിയാം സക്കീർ ഹുസൈൻ. നീയൊക്കെ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്.
പക്ഷേ ഈ തെണ്ടികളെയൊക്കെ ഇത്രയും മനോഹരമായിട്ട് സോഫ്റ്റോടുകൂടി പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. തെണ്ടികളെ. ആ തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. കിടപ്പാടത്തിനും പട്ടായം കിട്ടാതെ. പട്ടായോ? അതെന്താണ് സാധനം? എന്താ പട്ടായം? പട്ടയം. പട്ടയം. പാവോട് അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എരന്നും പടിനിറങ്ങി കോടിക്കോടി ജനങ്ങൾ. ഷോ അങ്ങനെയാണോ അത്? പാർട്ടി മാമാങ്കത്തിലും ഗ്രൂപ്പ് മാമാങ്കത്തിലും കൊടി പിടിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് തെണ്ടികൾ പ്രജകൾ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. കോടിക്കോടി ദരിദ്രനാരായണൻ ദരിദ്രനാരായണൻ അവര് കരം കെട്ടുന്ന കണ്ണീരിന്റെ നനവുള്ള ഇപ്പോഴത്തെ അനുഭവമാണ്. നമ്മുടെ കണ്ണീരൊക്കെ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പിച്ചപ്പണം കൊണ്ട് സ്റ്റേറ്റ് കാറിലും മലർന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് വിഭജിച്ച് എന്റെ പൊന്നിത് ഏത് വേടാണിത്? വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? വിഭജിച്ച് അയ്യേ വ്യഭിചരിച്ച് സ്റ്റേറ്റ് ചെലവിൽ ഗ്രൂപ്പ് മാധ്യമം കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. എന്താണ് ഇങ്ങനെ മയൂക? വളർന്ന് അവിടെ ചർച്ച. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. എന്താ പേര്? എൻ്റെ അജിത്ത്. അജിത്ത്. എവിടെ നാട്? എൻ്റെ വീട് അടുത്ത് തന്നെ, കോടിശ്ശേരി എന്ന് പറയും. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ ബികോം. പാട്ട് പാടുമോ അജിത്ത്? ഇവിടെ ആരും പാട്ട് പാടാനില്ലേ? പാടും. ഓക്കെ, ഒരു പാട്ട് പാടും. എനിക്ക് പാട്ട് തോർന്ന് ഓർത്ത് ഒരു വേണേ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിയിട്ടൊരു പാട്ട് പാടും. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മെല്ലയോടി വന്നുവേ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കുവേ, എന്തു നൽകുന്നു കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യക വന്നു ഞാൻ, അമ്പലപ്പുഴ നിന്നെ കണ്ണനോടു നീ അന്തു പരിഭവം മെല്ലെ ഓടി വന്നവേ, യമുന നദിയായി കുരുളണി അതല്ലല്ല, അത് കറക്റ്റ് ചെയ്തില്ല. യമുന നദിയായി കുളിരളികയും കുളിരളി അയ്യോ എന്ത് യമുന നദിയായി കുളിരല ഇളകും. അയ്യോ കുളിരല ഇളകും. ഈ പാട്ട് എന്തിനാ ഞാൻ എടുത്തത്? എന്തായാലും നല്ലൊരു കയ്യടി കൊടുക്കുക. കാരണം ഇവന് ഈ 3 രാഗത്തിന്റെ ഈ പാട്ട് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. 3 രാഗമായിരുന്നു പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ തരുത്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? മനസ്സിലായി. പക്ഷെ ഒന്നുമില്ല അറിയാം സെക്യൂരിറ്റി, നീ പറഞ്ഞില്ലേ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ പടിനിരങ്ങിയും പാർട്ടി മാമാകത്തിനും ഗ്രൂപ്പ് മാമാകത്തിനും കൊടി പിടിച്ചും തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികളെന്ന് പ്രജകള് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക അതില്ല. കോടിക്കോടി ദരിദ്ര നാരായണന്മാര് അവർ കാരം കെട്ടുന്ന അപ്പാണ് എല്ലാ കൊല്ലവും കണ്ണീരിന്റെ നനവുള്ള പിച്ചപ്പണം കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വ്യഭിചരിച്ചും സ്റ്റേറ്റ് മക്കളെ ഉൽപ്പാദിപ്പിച്ചും പിന്നെ സ്റ്റേറ്റ് ലെവൽ തീറ്റിക്കൊഴിപ്പിച്ചും പിന്നീടൊക്കെ പെറ്റണിയിക്കാൻ. എന്താണ്? ഹലോ ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? പെറ്റണിയിക്കാൻ കരിമ്പൂച്ച കാവൽ നിൽക്കുന്ന ഈ നാടിനെ മുടിച്ചും മുച്ചൂടും മാന്തുന്ന നിന്റെയൊക്കെ വർഗമുണ്ടല്ലോ, ദി ബ്ലഡി പ്രിവിലേജ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. കുളിരലയിളകും പറയോ? കുളിരലയിളകും
അണിയോ ഇവിടെ അതെ അയാളെ സംഗീതം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളൊരു സാധുവാ. എന്താണ് പേര്? ഗൗരി. ഗൗരി. എവിടെ നാട്? എൻ്റെ ഒക്കല്. റെഡി ആക്ഷൻ. പക്ഷെ ഒന്നറിയാം സക്കീർ ഹുസൈന്, ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്. നീയൊക്കെ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്നും പടിനിരങ്ങിയും നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികൾ, പ്രജകൾ, കോടിക്കണക്കിന് ദരിദ്ര നാരായണന്മാർ, അവരുടെയൊക്കെ കരം കിട്ടുന്ന കണ്ണീരിൻ്റെ നനവുള്ള പച്ച കാശ് കൊണ്ട്, പച്ചയല്ല പിച്ച പണം കൊണ്ട് സ്റ്റേറ്റ് കാറുകളിൽ മലർന്നു കിടന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും പിന്നെ സ്റ്റേറ്റ് ചെലവിൽ അവരെ തീറ്റിക്കൊഴുപ്പിച്ചും പിന്നീട് സ്റ്റേറ്റ് ചെലവിൽ അവർക്ക് പിന്നെ അവർക്ക് പെറ്റെണീക്കാൻ കരിമ്പൂച്ച കാവലും നൽകുന്ന ഈ നാടിനെ മുടിച്ച് മുച്ചുടും മാന്തുന്ന നിന്റെയൊക്കെ വർഗമുണ്ടല്ലോ, the bloody privileged Indian politicians. അത് മാത്രം പറഞ്ഞു. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. സൈക്കോളജിയുടെ പേരെന്താണ്? കാതറിൻ. എവിടെ നാട്? കുത്തിയതോടെന്ന് പറയും. ഓക്കെ ഓക്കെ ആക്ഷൻ. പക്ഷെ ഒന്നും കൂടെ അറിയാം സക്കീർ ഹുസൈന്, നീയൊക്കെ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടിന് പണയം കിട്ടാതെ, കിടപ്പാടിന് കരം കിട്ടാതെ, കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി നിന്റെയൊക്കെ ഗ്രൂപ്പ് മാമാങ്കത്തിനും പാർട്ടി മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികൾ, പ്രജകൾ, കോടി ദരിദ്ര നാരായണന്മാർ, അവർ കഷ്ടപ്പെട്ട് അടയ്ക്കുന്ന അവരുടെ കണ്ണീരിന്റെ, അവർ കരം അടയ്ക്കുന്ന കണ്ണീരിന്റെ നനവുള്ള പിച്ചക്കാശ് കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലന്നു കിടന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വ്യഭിചരിച്ചും സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും സ്റ്റേറ്റ് ചെലവിൽ തീറ്റിക്കൊഴുപ്പിച്ചും അവരെ പെറ്റെണീക്കാനായിട്ട് കരിമ്പൂച്ച കാവൽ നൽകുന്ന നിന്റെയൊക്കെ ഈ വർഗമുണ്ടല്ലോ, ഈ നാടിനെ മുടിച്ച് മുച്ചൂടും മാന്തുന്ന നിന്റെയൊക്കെ വർഗം, ദ ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ. എന്താണ് പേര്? അബേൽ. ഓക്കെ അബേൽ, ആ ക്യാമറ നോക്കി. എവിടെ മോൻ്റെ വീട്? തൃശ്ശൂര്. ഏതിനാ പഠിക്കുന്നത്? BC ഇവരൊപ്പം തന്നെയാണ്. റെഡി ആക്ഷൻ. പക്ഷെ ഒന്നുകൂടിയും പറയാം സക്കീർ ഹുസൈന്, ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്, നീയൊക്കെ പറഞ്ഞ തെണ്ടികളെന്ന്. കടപ്പാടത്തിന്റെ പട്ടയം കിട്ടാതെ പടിയെ കയറി ഇറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കോടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടി ഇറങ്ങുന്ന തെണ്ടികൾ, അവൻ്റെ ഒക്കെ കടം നിനക്കിഷ്ടമാണോ? അവരൊക്കെ കടം വീണ കണ്ണീർ പണം പിച്ച പണം കൊണ്ട് സ്റ്റേറ്റ് കാറിലും മലർന്ന് കിടന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വ്യഭിചരിച്ച് സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിച്ച് സ്റ്റേറ്റ് ഉൽപ്പാദിപ്പിച്ച് സ്റ്റേറ്റ് ചെലവിൽ അവരെ തീറ്റി പൊഴുത്തി പിന്നെ അത് മനസ്സിലായില്ല. പിന്നെ എന്തിട്ടായിരുന്നു എന്തെന്ന് എഴുതിയാൽ ഇപ്പൊ എന്താണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതാ, എന്തുവാ, എന്തുട്ടാ, എന്തിയെ. പിന്നീട് അവർ പെറ്റെനിക്കുമ്പോഴേ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പൂച്ചകളെ കാവൽ നൽകി ഈ നാടിനെ മുടിച്ച് മാന്തുന്ന നിന്റെ വർഗമുണ്ടല്ലോ, ദി ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ആ ലാസ്റ്റത്തെ ഡയലോഗ് ഷാറുഖ് ഖാൻ സ്റ്റൈലിൽ പറ. ദി ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ കിരൺ പറയുന്നത് നിനക്ക് നിന്റെയൊക്കെ ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റിഷ്യൻസ്. ഇമിറ്റേറ്റ് അറിയത്തില്ല, ഞാൻ ഇരിക്കുന്നെങ്കിലും ഇമിറ്റേറ്റ് അറിയത്തില്ലെന്ന്. ലാസ്റ്റത്തെ ഡയലോഗ് പഞ്ചി പറ. ഇനിയും പറ. ദി ബ്ലഡി പ്രിവിലേജ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. വൈഫ് വന്നില്ലേ? ഇല്ല, അവക്ക് ചെറിയൊരു ഇൻഫോസിസിന്റെ ആരംഭം. എന്താ എന്താ പേര്? നല്ല പേരാണല്ലേ. അർത്ഥം എന്താണ് അതിന്റെ? ചൈനീസ് ഗോസ്റ്റ് എന്നാണ് പേര്. ആരിട്ട പേര്? അമ്മ. ഗോസ്റ്റ് ആണോ ഗോഡാണോ? ചൈനീസ് ഗോസ്റ്റ് ആണോ? ഓക്കെ. അപ്പോൾ റെഡി ആക്ഷൻ. പക്ഷേ ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്, നീയൊക്കെ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്നും പടിനിറങ്ങിയും നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികൾ, പ്രജകൾ, കോടിക്കണക്കിന് ദരിദ്ര നാരായണന്മാർ, അവർ കരം കെട്ടുന്ന കണ്ണീരിൻ്റെ നനവുള്ള പിച്ചപ്പണം കൊണ്ട്
സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് കാറുകളിൽ മലർന്നും പിന്നീട് സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും പിന്നീട് സ്റ്റേറ്റ് ലെവൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും സ്റ്റേറ്റ് ലെവൽ അവരെ തീറ്റിക്കൊഴിപ്പിച്ച് പിന്നീട് അവർക്ക് പെറ്റെണീക്കാൻ സ്റ്റേറ്റ് ലെവൽ കരിമ്പൂച്ച കാവൽ നൽകുന്ന ഈ നാടിനെ മുടിച്ചും മുച്ചൂടും ബാന്തുന്ന നിന്റെ ഈ വർഗമുണ്ടല്ലോ ദ ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. അത് കിടക്ക് തീവർത്ത് കാലക്ക്. എന്താ പേര്? വിപിൻ. വിപിൻ എവിടെയാണ് നാട്? കണ്ണൂർ. കണ്ണൂർ കണ്ണൂർ. അപ്പം റെഡി ആക്ഷൻ. പക്ഷെ ഒന്നും കൂടെ സക്കീർ ഹുസൈൻ എന്താ നീയൊക്കെ പറഞ്ഞില്ലേടാ തെണ്ടികളെന്ന്. കടപ്പാടത്തെ വകയില്ലാത്ത കടപ്പാടത്തെ പട്ടം കിട്ടാത്ത ഏതെന്ന് നിന്റെയൊക്കെ പടിവാതി നിൽക്കുന്ന പടി നിരങ്ങി ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിൽ ഗ്രൂപ്പ് മാമാങ്കത്തിൽ കൊടി പിടിച്ച് നിന്റെയൊക്കെ തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികൾ പ്രജകൾ കോടിക്കോടി കണക്കിന് അതായത് നാരായണന്മാർ അവർ കയം കെട്ടുന്ന കണ്ണീരും കൊണ്ട് കണ്ണീരിൻ്റെ നല്ലമുള്ള പിച്ചപ്പണം കൊണ്ട് അതുകൊണ്ട് വരുന്നുണ്ടായല്ലോ സ്റ്റേറ്റ് കാറുകളിലോ സ്റ്റേറ്റ് കാറില്ല കാറില്ലെന്ന് ഉറപ്പാ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. കാറിൽ മറന്നു നടന്നും കാറിൽ മലർന്നും പിന്നെ എങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ഗസ്റ്റ് ഹൗസ് വ്യഭിചരിച്ചും. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് കുട്ടികളെ തീറ്റിപ്പോറ്റിയും കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചും അവയെ തീറ്റിപ്പോറ്റിയും കരിമ്പൂച്ചകൾക്ക് കാവൽ നൽകുന്നു. കരിമ്പൂച്ചകൾക്ക് കാവൽ മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. പിന്നീട് അവർക്ക് കരിമ്പൂച്ച കാവൽ നൽകുന്ന നിന്റെയൊക്കെ വർഗമുണ്ടല്ലോ ദ ബ്ലഡി പ്രിവിലേജ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. പേരെന്താണ്? രോഹിത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BCA. ഓക്കെ റെഡി ആക്ഷൻ. പക്ഷെ ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്, നീയൊക്കെ പറഞ്ഞില്ലടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന തെണ്ടികള് പ്രജകള് കോടി ദരിദ്ര നാരായണന്മാര് അവരൊക്കെ കരം കെട്ടുന്ന കണ്ണീരിന് തന്നെയുള്ള പിച്ചപ്പണം കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലർന്നു കിടന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും പിന്നീട് സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും സ്റ്റേറ്റ് ചെലവിൽ തീറ്റിപ്പോറ്റിയും പിന്നീട് അവർക്ക് പെറ്റെണീക്കാൻ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പുച്ച കാവൽ നൽകുന്ന ഈ നാടിനെ മുടിച്ച് മുച്ചൂടും മാന്നുന്ന നിന്റെയൊക്കെ ഈ വർഗമുണ്ടല്ലോ ദ ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. ഇഷ്ടം നടൻ ലാലേട്ടനാണെന്ന് തോന്നുന്നു. അതാ ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലൊക്കെ വന്നായിരുന്നു. കൊള്ളായിരുന്നു, നന്നായിരുന്നു. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. എന്താണ് നമ്മളെ പേര്? നിർമാല്യയുടെ അർത്ഥം അറിയോ? പ്യുവർ. അപ്പൊ തുടങ്ങാം, നമുക്ക് പാട്ട് പാടും. എന്നാ ശരി, റെഡി 1 2 3 സ്റ്റാർട്ട്. പക്ഷെ ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്, നീ പറഞ്ഞില്ലേടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ എരന്ന് പടിനിറങ്ങി പിന്നീട് നിന്റെയൊക്കെ പാർട്ടി മാമാങ്കത്തിനും ഗ്രൂപ്പ് മാമാങ്കത്തിനും കൊടി പിടിച്ച് തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചും തെണ്ടികൾ പ്രജകൾ കോടി ദരിദ്ര നാരായണന്മാർ അവർ കരം കെട്ടുന്ന കണ്ണീരിന്റെ നനവുള്ള പിച്ചപ്പണം കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലർന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിൽ വ്യഭിചരിച്ചും സ്റ്റേറ്റ് ചിലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും സ്റ്റേറ്റ് ചിലവിൽ അവരെ തീറ്റിക്കൊഴിപ്പിച്ചും പിന്നീട് അവർക്ക് പെറ്റെണീക്കാൻ സ്റ്റേറ്റ് ചിലവിൽ കരിമ്പൂച്ചകൾ കാവൽ നിൽക്കുന്ന നിന്റെയൊക്കെ ഈ വർഗമുണ്ടല്ലോ ഈ നാടിന്റെ മുടിച്ചു മുച്ചൂടും ചൂടിക്കുന്ന നിന്റെ ഈ വർഗമുണ്ടല്ലോ ദ ബ്ലഡി പ്രിവിലേജ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല. യെസ്, എന്താണ് പേര്? അഞ്ജലി. അഞ്ജലി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BSc സൈക്കോളജി ഫസ്റ്റ് ഇയർ. നാട് ഞാലിക്കര. റെഡി ആക്ഷൻ. പക്ഷെ ഒന്നുകൂടി അറിയാം സക്കീർ ഹുസൈന്,
നീയൊക്കെ പറഞ്ഞില്ലേടാ തെണ്ടികളെന്ന്. കിടപ്പാടത്തിന് പട്ടയം കിട്ടാതെ നിന്റെയൊക്കെ പടി നിരങ്ങി ഗ്രൂപ്പ് മാമാങ്കത്തിനും പാർട്ടി മാമാങ്കത്തിനും കൊടി പിടിച്ചും തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പ്രജകൾ, തെണ്ടികൾ, പ്രജകൾ. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടി കോടിക്കോടി ദരിദ്ര നാരായണന്മാർ അവർ കരമടയ്ക്കുന്ന കണ്ണുനീരിന് നനവുള്ള പിച്ചക്കാശ് കൊണ്ട് സ്റ്റേറ്റ് കാറിൽ മലന്നും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യഭിചരിച്ചും സ്റ്റേറ്റ് ചെലവിൽ പിള്ളേരെ ഉത്ഭവിപ്പിച്ചും വിസിൽ വിഴുങ്ങിയ 5 വിസിൽ വിഴുങ്ങിയ സ്റ്റേറ്റ് ചെലവിൽ മക്കളെ ഉൽപ്പാദിപ്പിച്ചും പിന്നെ അവരെ തീറ്റിപ്പോറ്റിയും പിന്നീട് അവരെ പെറ്റെഴുന്നേക്കാൻ സ്റ്റേറ്റ് ചെലവിൽ കരിമ്പൂച്ചകളെ കാവൽ നിർത്തുന്ന ഈ നാടിനെ മുടിച്ച് മുറ്റോട് മുടിക്കുന്ന നിന്റെയൊക്കെ ഈ വർഗമുണ്ടല്ലോ, ബ്ലഡി പ്രിവിലേജ്ഡ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. ഓടി രക്ഷോട്ടോളം പോയല്ലേ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആരാണ് വിന്നർ, അതായത് ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്നുള്ളത്. ഒന്ന് പറഞ്ഞേ. ദേവി വളരെ മനോഹരമായിട്ട് തന്നെ വളരെ മനോഹരമായ സ്ക്രിപ്റ്റ് പഠിച്ചു, വളരെ മനോഹരമായി ആക്ട് ചെയ്തു. വന്നപ്പോഴേ ദേവി പറഞ്ഞിരുന്നു ഒറ്റ ടേക്ക് നിങ്ങൾ എടുത്തോണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതേ കണക്ക് തന്നെ സംഭവിച്ചു. കൺഗ്രാറ്റ്സ്. ബി പെർഫ്യൂമാണ് 12 hours നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്യാരൻറ്റി, അതായത് 12 hours നോൺ സ്റ്റോപ്പായിട്ട് ആ മണം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അത് കൂടാതെ തന്നെ 3 days ടെസ്റ്റിംഗ് ഗ്യാരൻറ്റി ഉണ്ട്. അവർ നൽകുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ലാലേട്ടനെ പോലെ അനുകരിച്ച് ഒരാളിവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ രോഹിത്. കണ്ടാ, രോഹിത് ആ നടന്ന് വരുമ്പോൾ തന്നെ ഒരു ലാലേട്ടൻ ലുക്കാണ് കേട്ടാ. ലാലേട്ടൻ എല്ലാ പടം സിനിമയും കണ്ടോ? ഏറ്റവും ലാസ്റ്റ് കണ്ട പടം ഏതാണ്? കണ്ടു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ആണോ? എന്തായാലും ഇത് മിസ്പാടെ ഒരു ഗിഫ്റ്റാണ്. പിന്നെ ജോർജ് സാറിൻ്റെ പിന്നെ ഇത് ആ തുടരുമല്ലോ, ജോർജ് സാറല്ലേ? അല്ല, ചെയ്യുമോ? ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് മൈക്കൊന്ന് തന്നെ. ഹലോ, ഞാൻ ജോർജ് സാർ, ഇവിടുത്തെ ഇൻസ്പെക്ടറാണ്. ഈ ജോർജ് സാർ ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ടേ, എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ ബെൻസേ. ഡാ ബെന്നി, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ? അടിപൊളി. യെസ്, ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ചൈനയുടെ ഡബിളിൻ്റെ പേരിട്ട, എന്നാൽ ഞാൻ പറയുന്നു അതൊരു ഗോഡിൻ്റെ പേരായിരുന്നു ഇടേണ്ടുള്ളത്, അദ്ദേഹത്തെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ഒരു എന്തായിരുന്നു ആ പേര്? ലെറിൻ. ഇനി എല്ലാം വെട്ടിത്തിളങ്ങും. ഗ്രിനോറ നൽകുന്ന ഒരു ഡിഷ് വാഷിൻ്റെ ഗിഫ്റ്റാണ്. കൺഗ്രാറ്റ്സ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആദ്യമായ ഒരു വേദിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും അത് നല്ലതേ വരുള്ളൂ, എവിടെ ആദ്യം എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്ന ആരായിരുന്നു? അതുലിന് ഒരു ചെറിയ ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ജീവിതത്തിൽ എല്ലായിടത്തും അങ്ങനെ മുന്നേറുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഡീപോൾ കണ്ടല്ലോ, ഞാൻ ഒന്നും പറയേണ്ട, വളരെ മനോഹരമായിരുന്നു, രസകരമായിട്ട് തന്നെ ചെയ്തു. എന്നാൽ നല്ലവണ്ണം സ്ക്രിപ്റ്റ് പഠിച്ച് ചെയ്തവരുണ്ട്, പാട്ട് പാടിയവരുണ്ട്, മനോഹരമായി തന്നെ. ഇപ്പോൾ എന്തായാലും നമ്മുടെ ടൈം ഇന്ന് ഓവറായി. ഇനിയിപ്പോൾ അടുത്തൊരു ബാച്ചോട് റെഡിയാണ്. ഇപ്പോൾ തൽക്കാലം എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.